നമസ്കാരം. എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നക്ഷത്രങ്ങൾ മനുഷ്യരുടെ സ്വഭാവത്തെ എത്രത്തോളം ബാധിക്കുമെന്നതിന് ഒരു തെളിവാണ് ദേഷ്യം. ചിലർക്കു ദേഷ്യം വരാൻ സമയമെടുക്കും. പക്ഷേ ചില നക്ഷത്രക്കാരെ കാണുമ്പോൾ ഒരു ചെറിയ വാക്കോ ഒരു ചെറിയ തെറ്റോ പെട്ടെന്ന് അവരുടെ മനസ്സിനെ പൊട്ടിത്തെറിപ്പിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കാൻ ഒരു പ്രധാന കാര്യമുണ്ട്. ജ്യോതിഷപ്രകാരം ദേഷ്യം കാണുന്ന നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും ജാതകത്തിനനുസരിച്ച് ഇത് ചിലപ്പോൾ മാറാനും ഇടയുണ്ട്. ഇന്ന് നാം കാണാൻ പോകുന്നത് ഭാര്യയോട് പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നതും പക്ഷേ അടുത്ത നിമിഷം തന്നെ മനസ്സ് ശാന്തമാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തേത് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പുറത്ത് കരുത്തുള്ളവരും ഉറച്ചവരുമായിട്ട് തോന്നും. പക്ഷേ ഉള്ളിൽ വളരെ സത്യസന്ധമായൊരു ഹൃദയം ഇവർക്കുണ്ട്. ഇവർക്ക് ദേഷ്യം വരുന്നതിനൊരു പ്രധാന കാരണം അവരുടെ നേരായ സ്വഭാവമാണ്. തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരുടെ കൺമുന്നിൽ വന്നാൽ ചിന്തിക്ക പോലും ചെയ്യാതെ പ്രതികരിക്കുന്നു. ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് അവരെ ചൊടിപ്പിച്ചു പോകുന്നുണ്ടെങ്കിൽ അതേ നിമിഷം മുൻപുണ്ടായ ചെറിയ വേദനകളും ചെറിയ പിഴവുകളും പറയാതെ നിരുത്തരവാദം അനുഭവിച്ച നിമിഷങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് മനസ്സിൽ പൊങ്ങി വരും. അവിടെയാണ് ദേഷ്യം പൊട്ടുന്നത്. പക്ഷേ അശ്വതി നക്ഷത്രക്കാരുടെ ദേഷ്യം മഴ പോലെയാണ്. വേഗത്തിൽ പെയ്യും, വളരെ ശക്തിയായി പെയ്യും, പിന്നെ അത് അപ്രതീക്ഷിതമാകുകയും ചെയ്യും. ദേഷ്യം പോയതിനു ശേഷം ഇവർക്ക് മനസ്സിനുള്ളിൽ വളരെയധികം ഖേദമുണ്ടാകും. എന്തിനിങ്ങനെ പ്രതികരിച്ചു, എന്നെ സ്നേഹിക്കുന്ന ആളല്ലേ എന്നൊരു മനസ്സിന് ഭയങ്കര വിഷമമുണ്ടാകും. അവരുടെ ദേഷ്യം കഠിനമാണെങ്കിലും അത് വെറും നിമിഷവികാരം മാത്രമാണ്. ആരെയും വേദനിപ്പിക്കില്ല എന്നുള്ളൊരു നിർമ്മലമായ മനസ്സാണ് ഇവർക്കുള്ളത്. അശ്വതി നക്ഷത്രക്കാരെ മനസ്സിലാക്കിയാൽ മാത്രം അവരെ ശരിക്കും സ്നേഹിക്കാനാകൂ. അടുത്തത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഹൃദയത്തിൽ അത്യന്തം നന്മയുള്ള സ്വഭാവമുള്ളവരാണ്. മറ്റുള്ളവരെ പോലെ പുറം കടുപ്പമല്ല, അവരുടെ ഹൃദയമാണ് ആഴമുള്ളത്. അവർക്കെതിരെ ഒരാൾ ഒന്ന് കഠിനമായി ഒരു വാക്ക് പറഞ്ഞാലും അത് ഹൃദയത്തിൽ നേരിട്ട് കുത്തിയതുപോലെ അവർക്ക് തോന്നും. ഭാര്യയെക്കുറിച്ച് നിഷ്ഠൂരമായി പറഞ്ഞാലും പെട്ടെന്ന് മുഖം മാറും. പക്ഷേ ഇവർ ശബ്ദമുയർത്തുന്നവരല്ല, വിളിച്ചു പറഞ്ഞ് ദേഷ്യം തീർക്കുന്നവരുമല്ല. ദേഷ്യം ഉള്ളിലടയ്ക്കും, മൗനത്തിൽ വെച്ച് കത്തിക്കും. ചോതി നക്ഷത്രക്കാരുടെ ദേഷ്യം പൊട്ടിത്തെറിക്കുന്നതല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. മൗനം, അതാണ് ഇവരുടെ ദാഹിക്കുന്ന തീ. എന്നാൽ അവർക്കുള്ള സ്നേഹവും ആത്മബന്ധവും അത്ര തന്നെ ആഴമുള്ളതാണ്. ദേഷ്യം കഴിഞ്ഞാൽ അവർക്ക് തന്നെ കുറ്റബോധം വരും. ഞാൻ കുറച്ച് മൃദുവായി പ്രതികരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചോതി നക്ഷത്രക്കാർ ഒരു ദുഷ്ടന്മാരല്ല, പക്ഷേ അവർ ഹൃദയത്തിൽ പെട്ടെന്ന് വേദനിക്കപ്പെടുന്നവരാണ്. അതിനാലാണ് അവരുടെ ദേഷ്യം പുറത്തല്ല, മനസ്സിൻ്റെ അടിത്തട്ടിൽ മൗനമായി കത്തുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വഭാവത്തിൽ തീ പോലെ ചൂടുള്ളവരാണ്. പക്ഷേ ആ തീ അനീതിയോട് മാത്രമാണ്, സ്നേഹിക്കുന്നവരോടല്ല. ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം തലയിലേക്ക് വരും. എന്നാൽ ഭയങ്കര ശക്തമായ ദേഷ്യവുമായിരിക്കും. അവരുടെ ഈ ദേഷ്യം സാധാരണ ദേഷ്യമല്ല, അത് നീതിക്കായുള്ള പ്രതികരണമാണ്. അവർക്ക് തോന്നുന്നുവെങ്കിൽ തങ്ങളെ തെറ്റായി കുറ്റപ്പെടുത്തുകയാണെന്ന്. അപ്പോൾ അവരെ ശമിപ്പിക്കാൻ ഒന്നും എളുപ്പമല്ല. പക്ഷേ അവരുടെ ദേഷ്യം വേഗത്തിൽ ചൂടാകുന്നത് പോലെ തന്നെ വേഗത്തിൽ തന്നെ തണുക്കും. കുറച്ചു നേരം ശാന്തമായി ഇരുന്നാൽ ഉള്ളിലൊരു ചിന്ത ഉയരും, എൻ്റെ വീട്ടുകാരാണല്ലോ, ഞാൻ അധികം കടുപ്പമായി പോയില്ലേ എന്ന്. വിശാഖക്കാർ വലിയ ദേഷ്യക്കാരാണെന്ന് പലരും കരുതും. പക്ഷേ സത്യം എന്തെന്നാൽ അവർക്കുള്ള സ്നേഹം കൂടിയും ശക്തമാണ്. അനാവശ്യമായി ആരെയും വേദനിപ്പിക്കാൻ ഇവർ ഒരിക്കലും മനസ്സില്ല. പക്ഷേ ഹൃദയം കുത്തി വേദനിപ്പിച്ചാൽ ദേഷ്യം ഇടിമുഴക്കമാകും. ഒറ്റവരിയിൽ പറഞ്ഞാൽ വിശാഖത്തിൻ്റെ ദേഷ്യം പെട്ടെന്ന് വരും, പെട്ടെന്ന് തീരും. പക്ഷേ നീതിക്കായി മാത്രം കത്തുന്നവരാണ് ഇവർ.
അടുത്തത് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രം പുറത്തു നിന്നാൽ ശാന്തരും മൃദുവുമായ ആൾക്കാരായി തോന്നും. പക്ഷേ ഹൃദയത്തിനുള്ളിൽ വളരെ ഗൗരവമുള്ളതും ആഴവുമുള്ളതുമായ ഒരു മനസ്സാണിവർക്ക്. ഇവർക്കുള്ള ദേഷ്യം നേരെ പൊട്ടിത്തെറിക്കുന്നതല്ല, പക്ഷേ പൂർണ്ണമായും ഉള്ളിൽ കെട്ടിക്കിടക്കുന്നതും ഒരിക്കൽ പൊട്ടിയാൽ തന്നെ സഹിക്കാനാകാത്തതുമായ രീതിയായിരിക്കും. ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ പൂയക്കാർ ആദ്യം അത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. വാക്കുകൾ തൂക്കി നോക്കും. വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണോ, എന്നെ തെറ്റായി പറഞ്ഞതാണോ, എല്ലാം മനസ്സിൽ വെച്ച് തൂക്കി അളക്കും. പക്ഷേ ഒരു കാര്യം മാത്രം ഇവർ സഹിക്കില്ല: അന്യായം. ആർക്കും എന്നെ അനാവശ്യമായി കുറ്റം ചുമത്തുന്നത് എന്ന് തോന്നിയാൽ പൂയക്കാരുടെ ഉള്ളിലെ ആ ശാന്ത സമുദ്രത്തിൽ ഒരു വലിയ തിരമാല എഴുന്നേക്കും. അവരുടെ ദേഷ്യം ശബ്ദമുള്ളതല്ല, പക്ഷേ ഗൗരവമുള്ളതും വേദനയോടുകൂടിയതുമായിരിക്കും. 5 മിനിറ്റ് ദേഷ്യം കാണിച്ചാലും അതിൽ 4 മിനിറ്റ് വേദനയാണ്, 1 മിനിറ്റാണ് ദേഷ്യം. ദേഷ്യം തീർന്നാൽ അവർക്കുള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും: എന്തിനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആളുകളോട് ഇങ്ങനെ സംസാരിച്ചത്? ഒറ്റ വരിയിൽ പറഞ്ഞാൽ പൂയം നക്ഷത്രക്കാർ ദേഷ്യം കാണിക്കുന്നത് വേദനയിൽ നിന്നാണ്. അവരുടെ ഉള്ളിലെ സ്നേഹം തന്നെയാണ് അത്രയ്ക്കും ശക്തം. അടുത്തത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർ വളരെ സെൻസിറ്റീവായ മനസ്സുള്ളവരാണ്. പുറത്ത് വളരെ ശാന്തരും പക്ഷേ ഉള്ളിൽ അത്യന്തം സോഫ്റ്റ് ഹൃദയമുള്ളവരുമാണ്. അവരുടെ ദേഷ്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോട് കൂടുതൽ കാണിക്കും. അപരിചിതരോട് അവർ ദേഷ്യം കാണിക്കാറില്ല, കാരണം അവർക്കൊരു കാര്യം നന്നായി അറിയാം: എനിക്ക് വേദന വരുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാണ്. ഭാര്യ ഒരു വാക്ക് തെറ്റായി പറഞ്ഞാൽ പോലും ആയില്യക്കാരുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചൂടുയരും. അത് ദേഷ്യമല്ല, അത് വേദനയാണ്, അത് കെയറാണ്, അത് എനിക്ക് പ്രിയപ്പെട്ട ആളാണ് എന്നുള്ള മനസ്സിലെ ഭയമാണ്. അതിനാലാണ് ഇവരുടെ ദേഷ്യം ചിലപ്പോൾ അതിരു കടക്കുന്നത്. ആക്രമണമായി തോന്നാം, പക്ഷെ അതിൻ്റെ പിന്നിൽ വളരെ ആത്മാർത്ഥതയാണ്. ദേഷ്യം കണ്ടാൽ തോന്നാം ഇവർക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ, പക്ഷേ ദേഷ്യം തീർന്നാൽ ആയില്യക്കാർ മനസ്സിൽ മാത്രം ഒരു ചോദ്യമുണ്ടാവും: എൻ്റെ സ്വന്തം ആളോട് ഇങ്ങനെ ഞാൻ പ്രതികരിക്കേണ്ടായിരുന്നു. ആയില്യക്കാർ ഒരാളെ സ്നേഹിച്ചാൽ അത് ആഴത്തിലായിരിക്കും. അവരെ വേദനിപ്പിച്ചാൽ അത് ഇവർക്ക് സഹിക്കാനാവില്ല. അതാണ് ദേഷ്യത്തിൻ്റെ കാരണം. അടുത്തത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർ മനസ്സിൽ എന്തും നേരെ പറയുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ട് ഒരു വാക്കുപോലും അവർ കഠിനമായാൽ ദേഷ്യം പെട്ടെന്ന് മുകളിലേക്ക് വരും. ഭാര്യ കഠിനമായൊരു കാര്യം പറഞ്ഞാൽ അവർ അതിനെ ക്ഷമിക്കാൻ മുമ്പ് ആദ്യം പ്രതികരിക്കും. അവരുടെ സ്വഭാവം തന്നെ അതാണ്: വേദനിച്ചാൽ പറയണം എന്നൊരു തുറന്ന മനസ്സ്. പക്ഷെ അത്ര തന്നെ സത്യമാണ്. ദേഷ്യം വന്നു പോവും, ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഹൃദയം ശാന്തവുമാകും. ഒടുവിലുള്ളിൽ തോന്നും: എൻ്റെ ആളല്ലേ, ഞാനിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നു. മൂലം നക്ഷത്രക്കാർ ദേഷ്യക്കാരല്ല, അവർക്കുള്ളത് സത്യസന്ധമായ മനസ്സാണ്. അടുത്തത് മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർ അതിവിശാലരാണ്. ഭാര്യ ഒരു ചെറിയ വാക്ക് പറഞ്ഞാലും അവർ അതിനെ ഹൃദയത്തിലേക്ക് നേരെ കുത്തുന്ന ഒരു കടന്നുപോകൽ പോലെയാണ് കാണുന്നത്. അവരുടെ ദേഷ്യം എന്നത് മനസ്സിൽ തന്നോട് അവർ പറയുന്ന ഒരു പൊട്ടിത്തെറി പോലെയാണ്: എനിക്ക് വിലയുണ്ട്, എൻ്റെ വാക്കിന് വില വേണം. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? ആ ദേഷ്യം നീണ്ടു നിൽക്കില്ല. ചില മിനിറ്റുകൾക്കു ശേഷം അവരുടെ ഉള്ളിൽ ഒരു ശമനവും ഒരു തിരിച്ചറിവും വരും: എൻ്റെ മനുഷ്യരാണല്ലോ, ഞാൻ ഇത്ര കഠിനമായി പ്രതികരിക്കേണ്ടായിരുന്നല്ലോ. മകം നക്ഷത്രക്കാർ ദേഷ്യക്കാരല്ല, അവർ ആളുകളെ അത്യാവശ്യമെന്ന് കരുതുന്നവരാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഒരുവിധവും വേദനിപ്പിച്ചാൽ ഹൃദയം പെട്ടെന്ന് ചൂടാകുന്നത്. അവർക്കുള്ള ദേഷ്യം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ചൂടാണ്. അത് പൊന്തി വരുമ്പോൾ ദേഷ്യം പോലെ തോന്നും, പക്ഷേ ഉള്ളിൽ അതൊരു ബന്ധത്തിൻ്റെ കരുത്താണ്. അടുത്തത് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാരുടെ മനസ്സ് സാധാരണമായി ശാന്തമാണ്. പക്ഷെ ഒരിക്കൽ ദേഷ്യം വന്നാൽ അതൊരു കാരണമുള്ള ദേഷ്യമായിരിക്കും. ഭാര്യ ഒരു വാക്ക് പറഞ്ഞാലും അവർ അതിനെ പെട്ടെന്ന് പിടിച്ച് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും. ആദ്യം അവൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോന്ന് മനസ്സിൽ തൂക്കി നോക്കും. അതിനുശേഷം തെറ്റാണെന്ന് തോന്നുന്ന നിമിഷം മാത്രം അവരുടെ ദേഷ്യം ഉയരും. അവരുടെ ദേഷ്യം ശബ്ദമുള്ളതല്ല, പക്ഷേ വളരെ തീക്ഷ്ണമാണെന്ന് മാത്രം. ഒരു നോക്ക്, മൗനം, അതുതന്നെയാണ് അവരുടെ ദേഷ്യം. ചില നിമിഷങ്ങൾക്കു ശേഷം അവരുടെ മനസ്സിൽ തന്നെയാണ് തിരിച്ചറിവ് വരിക:
അവൾ എൻ്റെ ആളല്ലേ, ഞാൻ ഇങ്ങനെ പറഞ്ഞത് വേണമായിരുന്നു. പൂരാടം നക്ഷത്രക്കാരുടെ ദേഷ്യം ദീർഘകാലം നിലനിൽക്കില്ല. കാരണം അവർ ദേഷ്യത്തെക്കാൾ ബന്ധങ്ങളെ കൂടുതലായി വിലമതിക്കുന്നവരാണ്. അടുത്തത് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർ പുറത്ത് വളരെ ശാന്തരും പക്ഷേ ഉള്ളിൽ ഒരു കടുത്ത സെൽഫ് കൺട്രോൾ ഉള്ളവരുമാണ്. അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരല്ല. ദേഷ്യം വരുമ്പോൾ പോലും വാക്കുകൾ ഉയർത്താതെ മൗനം ഉപയോഗിച്ചാണ് പ്രതികാരം. ഭാര്യ എന്തെങ്കിലും തെറ്റായി പറഞ്ഞാൽ ആ വേദന അവർ മനസ്സിൽ നിശബ്ദമായി സൂക്ഷിക്കും. പിന്നീട് ഒരു സമയത്ത് മാത്രമേ അത് പുറത്തെടുക്കത്തുള്ളൂ. അവരുടെ ദേഷ്യം ചുരുങ്ങിയ സമയം മാത്രമേ നിലനിൽക്കൂ. കാരണം അവർക്ക് ബന്ധം ദേഷ്യത്തെക്കാൾ വലുതാണ്. ദേഷ്യം കഴിഞ്ഞാൽ ആദ്യമായി സോഫ്റ്റ് ആകുന്നവരും കൈനീട്ടാൻ തയ്യാറാകുന്നവരും തിരുവോണം നക്ഷത്രക്കാരാണ്. പുറത്തു ശാന്തം, ഉള്ളിൽ ചിന്തകൾ കൊണ്ട് കത്തുന്ന നിശബ്ദരഹിത തീ. ദേഷ്യം കണ്ടാൽ പേടിക്കണ്ട. അവരുടെ ഹൃദയം കണ്ടാൽ സ്നേഹിക്കാതെ ഇരിക്കാനുമാവില്ല. അശ്വതി, പൂയം, ആയില്യം, മകം, മൂലം, പൂരാടം, തിരുവോണം, ചോതി, വിശാഖം ഇവരെ എല്ലാവർക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ദേഷ്യം വേഗം വരും, പക്ഷേ ഹൃദയം വേഗം മൃദുവുമാകും. പെട്ടെന്ന് ചൂടാകുന്നത് അവരുടെ ദേഷ്യമല്ല, അത് അവരുടെ അന്തരകരുത്തും സ്നേഹത്തിൻ്റെ തീവ്രതയുമാണ്. ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ചെറിയ വാക്കുകൾ കൊണ്ട് അവരുടെ ഹൃദയം വേദനിപ്പിക്കുന്നു. ആ വേദനയുടെ ആദ്യ പ്രതികരണമാണ് ദേഷ്യം. പക്ഷേ അതേ ഹൃദയം ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തണുത്ത് ശാന്തരായി ചിന്തിക്കുന്നു. ഇവരാണ് എൻ്റെ മനുഷ്യർ, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ദേഷ്യം ചെയ്യേണ്ടതില്ലായിരുന്നു. ഇവരോടൊപ്പം ജീവിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം, ഇവർ ദേഷ്യം കാണിക്കുന്നത് വൈരാഗ്യത്തിന് വേണ്ടിയല്ല, ബന്ധം വിലമതിക്കുന്നു എന്നതിനാണ്. ദേഷ്യം വരും, പിന്നെ പുഞ്ചിരിയും വരും. അതാണ് ഈ നക്ഷത്രക്കാരുടെ സൗന്ദര്യം. അവസാനമായി ഒന്നും കൂടി, ബന്ധം തകർത്ത് മാറ്റുന്നതല്ല ഇവർ, ബന്ധം സംരക്ഷിച്ച് നിലനിർത്തുന്നവരാണ് ഇവർ. ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതി അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.